ജുറാസിക് പാർക്ക് മൂവിയിൽ ദിനോസറുകൾ തിരിച്ചു വന്ന പോലെ 10,000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ജന്തു, അതൊരു പ്രിഡേറ്റർ, ഇവിടുന്ന് വംശനാശം സംഭവിച്ച് ഇവിടുന്ന് അപ്രത്യക്ഷമായ ഒരു ജീവി വീണ്ടും ഭൂമിയിൽ ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഈ ഒരു ന്യൂസ് 2025 വരുന്നതാണ്. 2025 കൊളോസൽ ബയോസയൻസസ് എന്ന് പറയുന്ന ഒരു ബയോടെക് കമ്പനി ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തുകയാണ്. ഡയർ ഉൾഫ് ഇസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്. ഡയർ ഉൾഫ് അല്ലെങ്കിൽ അനോസിയൻ ഡയറസ് എന്ന് പറയുന്നത് 10,000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ജീവിച്ചിരുന്ന നായ്ക്കളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ജീവിയാണ്. കൊളോസൽ ബയോസയൻസസ് എന്ന് പറയുന്ന കമ്പനി അവകാശപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഈ ഒരു ഡയർ ഉൾഫിനെ ഡി എക്സ്റ്റിങ്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അവർ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ലോകശ്രദ്ധ നേടി. ഈ കമ്പനിയിലോട്ട് മില്യൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങി. പക്ഷെ ശാസ്ത്ര ലോകത്ത് നിന്ന് ഈ കമ്പനിക്കെതിരെ എതിർപ്പുകളും അതേ സമയത്ത് വരുന്നുണ്ടായിരുന്നു. കാരണം പല ശാസ്ത്രജ്ഞരും പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്തത് ആക്ച്വൽ ഡയർ ഉൾഫിനെ അല്ല, ആൻഷ്യൻ ഡയർ ഉൾഫിന്റെ DNA നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് പല സയന്റിസ്റ്റുകളുടെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജീവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഗ്രേ ഉൾഫുകളുണ്ട്. ഈ ഗ്രേ ഉൾഫുകളുടെ DNA ക്രിസ്പർ ടെക്നോളജി ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ഡയർ ഉൾഫിനെ പോലെ തോന്നിക്കുന്ന ഒരു ക്രീച്ചറിനെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇത് കേട്ട് നമ്മുടെ കൊളോസൽ ബയോസയൻസസ് കമ്പനി തളർന്നു പോകുന്നില്ല. കാരണം അവർ ഈ ഒരു ഡി എക്സ്റ്റിങ്ഷൻ പ്രോസസ്സ് തുടരുകയാണ്. അവരുടെ ഈ ലിസ്റ്റിനകത്ത് അടുത്തുള്ള ജീവി എന്ന് പറയുന്ന മാമത്താണ്. അടുത്ത ഭൂമിയിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് വൂളി മാമത്തുകളെ. അത് കഴിഞ്ഞാൽ ഡോഡോ, ടാസ്മാനിയൻ ടൈഗർ എന്നിങ്ങനെ പോകുന്നു അവരുടെ ലിസ്റ്റുകൾ. നിലവിൽ ഇതിന്റെ പേരിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഈ ഒരു മേഖലയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒഴുകുന്നത്. കൺസർവേഷൻ എക്സ്പേർട്ടുകൾ, അതായത് ഈ പറയുന്ന പോലെ വന്യജീവികളെയും വനത്തെയൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പണവും ഈ പറയുന്ന പോലെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ജീവികളെ തിരിച്ചു കൊണ്ടുവരാൻ കൊടുക്കണോ എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഡി എക്സ്റ്റിങ്ഷൻ പ്രോസസ് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഒരിക്കൽ ഇവിടുന്ന് മൺമറഞ്ഞു പോയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നാൽ അവയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? God creates dinosaurs. God destroys dinosaurs. God creates man. Man destroys God. Man creates dinosaurs. Dinosaurs eat man. Woman inherits the earth.